Assalamualaikum. Welcome back to my channel. Yes, എന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും തകർത്ത് ഉറങ്ങി എണിച്ചിരിക്കുകയാണ് ഗൈസ്. 24th Feb ഇന്ന് എബ്രുന്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ ലൈവ് സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എബ്രുന്റെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് 12 o'clock കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ദ റിയൽ സെലിബ്രേഷൻ ഇന്നാണ് ഗൈസ്. നമ്മൾ 4 PM ആണല്ലോ ബേബിന്ന് സെലിബ്രേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അടിപൊളി. നമ്മൾ ഇതുവരെ ഈ ഒരു ടൈപ്പ് റൂംസ് എടുത്തിട്ടില്ല. അടിപൊളിയാണ്. ഏതൊരു പഴയ ഒരു വിന്റേജ് ടച്ചില് കോട്ടൊക്കെ തന്നെ ഇട്ടില്ല, നല്ല ഹൈറ്റില് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട്. എനിക്ക് മഷൂർ ഉദ്ദേശിച്ചാന്നുള്ളു സ്റ്റെപ്പ് വെച്ച് കൊടുത്തത് കേറാൻ വേണ്ടി. അടിപൊളി. ബിക്കോസ് എനിച്ചിട്ട് ഇപ്പൊ കുറച്ച് നേരെ ആയിട്ടുള്ളൂ. അപ്പൊ വി ഡിഡ്ന്റ് ഹാവ് എ കോൺവെർസേഷൻ. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അത്ര തകർത്ത് ഉറങ്ങി. ഇന്നാല് യൂഷ്വലി നമുക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. എത്ര ഹൈഫൈ റൂംസ് ആണെങ്കിലും ലൈക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്കല്ല. ഞാൻ എബ്രു ഒക്കെ ഇല്ല തകർത്തുറങ്ങി. എബ്രും പോലും നല്ല നല്ല റൂമാണ്, നല്ല കംഫർട്ടാണ്, പീസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇന്നലത്തെ ക്ഷീണമൊക്കെ തീർത്ത് അടിപൊളിയായിട്ട് എണീച്ചു. എല്ലാം മറ്റൊരു വിന്റേജ് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളും അവിടെ ആയിട്ടാണ്. നമ്മുടെ വാഷ്റൂമും അതേപോലെ തന്നെ ഇതും നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഇവിടെ ആയിട്ട് ഇതുണ്ടല്ലേ. ഡ്രസ്സിങ് ഏരിയ ഇപ്പുറ സൈഡില് വാഷ്റൂം, പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ കയറി വന്ന അവിടെ ആയിട്ട് ഹാള്. അടിപൊളി അടിപൊളി സൂപ്പർ ആയിരുന്നു. എല്ലാരും ഓരോ കാര്യത്തിലാണ്. സോനു അവിടെ ബിബി ക്രീം ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. സോനു വാഷ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, സോനു വാഷ് ചെയ്ത് കാണിക്കാം. നീ അപ്പൊ പോയി എബ്രുവിനൊന്ന് നോക്ക്. പിന്നെ സുനു ഒക്കെ രാവിലെ തന്നെ പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കാണിച്ചുതരാം ഗീസ്, എല്ലാം കാണിച്ചുതരാം. നീ എബ്രു നോക്ക്. ഞാൻ സോനു അത് വാഷ് ചെയ്യണം കൂടെ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കട്ടെ. കസ്റ്റമറും നമ്മുടെ വ്യൂവേഴ്സും. ഗൈസ് അങ്ങനെ സോനു ബിബി ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ് അല്ലേ. 6ാമത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഓൾ നൈറ്റ് ഫുള്ള് ഇട്ടിട്ട് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതേപോലെ വാഷ് ചെയ്ത് കളയുക. ആറാം ദിവസം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഫേസിലുള്ള ചേഞ്ചസ് കാണിച്ചു തരാം. സോനു ആദ്യം ഒന്ന് സൗകര്യമായിട്ട് വാഷ് ചെയ്ത് കളയട്ടെ. ഞാൻ വീഡിയോ എടുത്തിട്ട് സോനു ഷോളും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്യുക, വെറുതെ വെള്ളം വെച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യുക കേട്ടോ. സോപ്പ് ഉപയോഗിക്കരുത്, ഫേസ് വാഷ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ BB 1988 ഫേസ് വാഷ് അടുത്ത് തന്നെ ലോഞ്ച് ആവുന്നതാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ഫേസ് വാഷ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇതിന് ബെറ്റർ ആയിട്ടും ഈ പിമ്പിൾസിനും ബ്രൈറ്റനിങ്ങിനും വേണ്ടിയിട്ടുള്ള ഫേസ് വാഷിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ നമ്മളത് നിങ്ങൾ സെപ്പറേറ്റ് നമ്മൾ കാണിച്ചു തരാം. എൻ്റെ ഫേസിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കുറേ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് മൈൽഡായി. നീ മുഖം കഴുകിട്ട് കാണിച്ചത്. ഗൈസ് അങ്ങനെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, മോർണിംഗ് ടീ ഒക്കെ കുടിച്ച് സോനു വൈബിലാണ്. ഇതാണ്ടില്ല ഇപ്പൊ സോനുവിന്റെ ഫേസിൽ ആകെ ലിപ്പില് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. സോനുവിന്റെ ഫേസിൽ ഒരുപാട് ഈ കരുവാളിപ്പൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നതാണ്, അതൊക്കെ ഭയങ്കരമായിട്ട് മൈൽഡായിട്ടുണ്ട്. ശരിക്കും ഈ ക്യാമറയിൽ കൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ, ഞാൻ വീണ്ടും എടുത്ത് പറയാനുള്ളത്. അല്ല, നേരിട്ട് വേറൊരു ഷെയ്ഡാണ് ബ്രൈറ്റ് ആയിട്ടുള്ള. ക്യാമറയിൽ കൂടെ വരുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ പറയുമ്പോഴത്തേക്കും ഒരു ഷെയ്ഡ് കുറയും. ക്യാമറ കാണിക്കും എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ടല്ലല്ലോ ഷൂട്ട് ചെയ്യണത്. പക്ഷെ എന്നാലും നല്ല 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 ചേഞ്ചസ് ഉണ്ട് കേട്ടോ, അടിപൊളി. 6 ദിവസത്തിൽ അടിപൊളി ചേഞ്ചസ് ഉണ്ട്. ഇത് നോ മേക്കപ്പ് ആയിട്ടിരിക്കണ ഇരിപ്പാണ്. ആക്ച്വലി ഞാൻ മോയ്സ്ചറൈസർ ഇടും, പിന്നെ നിങ്ങൾക്ക് ബെയർ ഫേസും കൂടി കാണിച്ചാൽ. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ ഫേക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് ആ ഒറിജിനൽ വീഡിയോ തന്നെ എടുത്ത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒന്നും ആഡ് ചെയ്യാത്തതിന്റെ
ആകെ ലിപ് ബാം മാത്രം, കണ്ണു പോലും എഴുതിയിട്ടില്ല. അങ്ങനത്തെ റോ ആയിട്ടാ വന്നിരിക്കുന്നത്. സ്കിൻ റൂട്ടിൽ ഫസ്റ്റ് ഉള്ള ഇതാണ്. രാത്രി നമ്മുടെ ക്രീം പറ്റുക, രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത ശേഷം ഫേസ് വാഷ് ചെയ്ത ശേഷം മോയ്സ്ചറൈസർ ഇടും. അതാണ് സംഭവം. പക്ഷെ നിങ്ങൾക്ക് അതും കൂടി കൺസിഡർ ഞാൻ ഇന്നത്. ഇനിയിപ്പോ മോയ്സ്ചറൈസർ ഇട്ട ശേഷം ഇതുപോലെ പറഞ്ഞുതരാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ അജീത്തായും അമ്മായൊക്കെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. പിള്ളേർ ഫുള്ള് വൈബിലാണ് ഗൈസ്. പിള്ളേർ ഫുള്ള് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് മമ്മ. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? അടിപൊളിയല്ലേ? അടിപൊളി. നല്ല തകർത്ത് കിടന്ന് ഉറങ്ങി. പിള്ളേര് രാവിലെ തന്നെ പൂളിലിറങ്ങിക്കണ്. ആ അല്ലാത്തപ്പോ എണീക്കാത്ത പിള്ളേരാ. അജിത, എങ്ങനെയുണ്ട് ഫേസ്? സോനുവിന്റെ ഫേസിന്റെ മാറ്റം എങ്ങനെയുണ്ട്? നല്ല ചേഞ്ച് ഇല്ലേ? നല്ല ഗ്ലോ. സോഫ്റ്റ്. അതേപോലെ അജിത്ത യൂസ് ചെയ്ത് നോക്കിനി. അജിത്ത യൂസ് ചെയ്തു. അടുത്ത മോഡൽ അല്ല, നമ്മളാദ്യം നമ്മളെ സെൽഫി യൂസ് ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതെ, BB 1988 ബ്യൂട്ടി ക്രീം വേണ്ടവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതൊക്കെ നെറ്റുള്ള അത് ഞാൻ കാണിച്ചു. ഓക്കെ, ബെഡേ ബ്രോയ്. ബെഡേ ബ്രോയിന്ന് ബെഡേ ബോയ്. ബെഡേ ബോയ് ഞാൻ വിളിച്ച രസം. ബെഡേ ബ്രോയ് ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിരിക്കുന്ന ട്രാക്സ്. ഒരു വയസ്സായി. ഞാൻ 6 വയസ്സുണ്ടെങ്കിലും 1 വയസ്സ്. ആ ഇന്നലെ ഫുള്ള് മഷി ഫുള്ള്. അയ്യോ എന്റെ മോൻ പെട്ടെന്ന് വളർന്നു പോയി. പെട്ടെന്ന് വളർന്നു പോയി. അവൻ പെട്ടെന്ന് ഇനി വളരില്ല. ഇനി എനിക്ക് കുറച്ചാളും കൂടെ കഴിഞ്ഞ് എടുത്തോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നീ എടുത്തോ, കെട്ടിക്കാറാവുമ്പോഴത്തേക്ക് താഴത്ത് വെച്ചാൽ മതി അല്ലേ? ഇന്നലെ മൊത്തം ചിന്തപ്പാണ്. അപ്പൊ ഞാൻ മഷൂര് ചിന്തിക്കണേണ്. അവർ നേരെ ഉള്ള മൈൻഡ് നേരെ. ഇനിയിപ്പോ അടുത്ത ദിവസം LKG UKG +10 +2 എവിടം വരെ ആലോചിച്ച് എവിടം വരെ പോയി. അല്ലെന്ന് മഷു ചിന്തിക്കണം, ഞാൻ ആലോചിക്കണം. അത് കഴിയുമ്പോ കോളേജ്, പിന്നെ കല്യാണം, പിന്നെ ഭാര്യ, പിന്നെ അവനക്ക് തന്നെ വേണ്ട. പിള്ളേരെ കടിക്കണ്ട കടിക്കണ്ട കടിക്കണ്ട. ജംപ്. I'm totally opposite. എല്ലാരും ചൊല്ലത് ഒരു വയസ്സ്. ഞാൻ സോണിന്റെ അടുത്ത് പറഞ്ഞു, സോണു ഇതുവരെ 9 മാസം 10 മാസം സ്കൂൾ അങ്ങനെ മതി. ഇത്രയും മോർണിംഗ് 1 year. ഹാർഡ് വർക്ക് ഇങ്ങനെ. ഞാൻ തന്നെ എന്നെ കൂളാക്കി. ഒരുപാട് സൈക്കോ എന്ന് വിചാരിക്കും എല്ലാവരും. അതായത് കേൾക്കണവർക്ക് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താ സംഭവം എന്നല്ല. കുഞ്ഞായിരിക്കുമ്പോ കൂടുതൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് ആണ്. അതെ അതാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ വെരി മച്ച് ഡിപെൻഡ് ഓൺ മോം. വലുതാവും തോറും അത് കുറയും. അതാണ് അവർക്കുള്ള ടെൻഷൻ. അതാണ് അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ അതൊന്നുമില്ല. ഡാടായം പോണോ അല്ലേ ബ്രോ? ഡാട മുത്തുപോ, ഡാട പൊന്നുപോ. എവിടെ എവിടെ ഒക്കെ മനുണ്ട, ഒക്കെ മനുണ്ട. എവിടെ ഉറക്കം മനുണ്ടെന്നുണ്ട്. പാപ്പം കഴിക്കാം, പാപ്പം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആണ്ടേ? പിള്ളേരൊക്കെ പൂളിലൊക്കെ കളിച്ചിട്ടൊക്കെ വന്ന് റെഡി ആയിട്ടൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അഞ്ഞ പൂളി കളിക്കാൻ വേണ്ടിയാണ് അവന്. ഇനി അഞ്ഞയില്ല. വാ എല്ലാരും വന്നിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ്? ഗുഡ് മോർണിംഗ് ഗൈസ്. പപ്പായൊക്കെ രാവിലെ എണീറ്റിട്ട് പോയിട്ട് വൈബിലൊക്കെ പോയിട്ട് ചായക്കടയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് പപ്പായും അപ്പനും റഫീഖായൊക്കെ കൂടെ അവന് പൂളിലിറക്കാൻ വേണ്ടിയാ. ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോഷൂട്ടാണോ? ഓ ഓ
അത് ഒന്നും കൂടെ ചോദിക്കണം അപ്പൊ എന്താ പറ കേട്ടില്ലത് എന്താ പറഞ്ഞ ബാബ കേറി എല്ലാരും കേറി എബ്രോ ആ കേറി എന്താണ് അളിയ സ്പെഷ്യൽ? നല്ല അടിപൊളി അപ്പം ചട്നി മുട്ടക്കറി. ദോശയുണ്ട് ദോശയുണ്ട്. ആ ഇത്തിരി കഴിച്ചോ സൈക്കോ? കുറച്ച് കഴിച്ചോ. എഗ്ഗെടുത്തില്ലേ? എഗ്ഗെടുത്തോ? തടി വെക്കൊന്ന് പേടി. ദോശയുണ്ട്, അപ്പമുണ്ട്. അപ്പന് എഗ്ഗറി വേണ്ടേ? അപ്പച്ചിരിക്കും. അപ്പനെ അനിയനും വേണം, നിന്റെ അനിയൻ വേണോ? പെങ്ങൾ വേണം. അതെ. കപ്പിൾസ് നല്ലുണ്ട്. അടിപൊളി ഫുഡൊക്കെ, നല്ല ഫുഡാ. ഇത് നോക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ദാദിയും മോനും കൂടെ വന്നിട്ട് പൂളിലൊരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതെ ആട്ടക്ക ദാദിയും മോനും കൂടെ സൈഡിലിരുന്ന് വൈബില് ഫുള്ള്. അതെ പൂളിന്റെ ഏറ്റവും ഒരു കോർണറിൽ വന്നിരിക്കുന്നത് രണ്ടുപേരും. ഇത് നിങ്ങൾക്ക് വേണ്ടി പണിതാന്നോടാ ആ സ്റ്റെപ്പ് ഇരിക്കാൻ വേണ്ടി. മറ്റേ ഷാലും മാമിയല്ലേ ശരിക്കും? മാമിയും മോനും, മാമിയും മരുമോനും അല്ലേ? ആടെ മോനോട് ആടെ മുത്തവിളി എബ്രോ വലിക്കണ്ട പൊട്ടിക്കണ്ട. അങ്ങോട്ട് പോവാന്നോ? ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ വേണ്ട അജിത്ത ക്ലോറിനുണ്ട്. അപ്പം ഞാനതാ എന്റെ അടുത്ത് ഉറങ്ങണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ പിള്ളേർക്ക് അലർജി വരും. അധികം നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ സ്കിന്നിന് പറ്റില്ല. സൈക്കോ അധികം നേരം ഇരിക്കണ്ട, പെട്ടെന്ന് കയറിക്കോളൂ കേട്ടാ. സ്കിന്നിന് പ്രശ്നമുണ്ടോ? അതായത് ഈ പൂളിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സൂക്ഷിക്കേണ്ടത് പിള്ളേരുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ അലർജി വരും, സ്കിൻ പ്രോബ്ലം വരും. അത് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സും കൂടെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതാണ് അത് പൊള്ളാണ്. അതുകൊണ്ടാ സ്കിന്ന് പൊള്ളുന്നടങ്ങിയിട്ടുള്ള ഈ ഒരു കണ്ടന്റ് പൊള്ളും. ക്ലോറിനും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടുന്നത്. ഫേസ് ഒന്നും നനക്കണ്ട. ബോയ്സ് ഒക്കെ അവിടെ ഉണ്ട്, ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഓരോരുത്തരായിട്ട് റെഡിയായി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട്. ഇനി ഇക്കയും ഭാബിയൊക്കെ വരാനുണ്ട്. പിന്നെ നമ്മുടെ സുമി ഷിനാജൊക്കെ എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പൊ എല്ലാരും കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിട്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നിട്ട് ആ കൊച്ചിനെ ഒറ്റക്കിട്ട് രണ്ടെണ്ണം കൂടെ മാറിയിട്ട് വൈകിട്ട് കൊച്ചിനെ കാണില്ല. അപ്പൊ കൊച്ചു എന്നെ കാണില്ല കരയാണ്. അപ്പനും റെഡിയായി വന്നിട്ട് അപ്പൻ കിടിലം കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് തിളങ്ങുന്നുണ്ട് അപ്പൻ. അതെ അപ്പൻ തിളങ്ങുന്നുണ്ട്. കണ്ണടയൊക്കെ വെച്ച് കാണിച്ചത്
അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പൊ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? ഞാൻ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. റിച്ചു എത്തിയിട്ടുണ്ട്. റിച്ചു ഇതേ ഇവിടെ മഷു എന്തായി കാണിക്കണമെന്ന് മനസ്സിലായ? എന്താ കാണിക്കണത് ഞാൻ കാണിച്ചു തരാം. അതെ ഇതായിട്ടില്ലേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള തന്ത്രപ്പാടാണ്. അടിപൊളി 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 ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും. നമ്മുടെ വീഡിയോ ഷൂട്ടർ സാഹിൽ, നമ്മുടെ ഷാഫി ബ്രോ, എല്ലാവരും റെഡി അല്ലേ? സെറ്റ്. അജു പാവട്ടാ. അജു ഒറ്റയ്ക്ക് ബസ് കയറിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട്. കറിക്കായും ഭാവി വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇക്കൊക്കെ രാവിലെ വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്ത് മോനോ ഡാടെടുക്കണ ഒന്ന് എടുക്കാം കരച്ചിരി ബാബാ ഡാട മുത്തുപാ ഡാട പൊന്നുപാ ബാബാ ഡാടെടുക്ക കൈമുറിയ ആ ഒരു സാധനം ഇത്തിരി ഇതുണ്ടോ? എടുക്ക കൊറേ നേരത്തെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടിട്ട് അവനാകെ ടയർഡായിട്ടുണ്ടാവും. എന്താണ് അങ്ങോട്ട് പോണം. അജുവിനെ കണ്ടോ കാരണ അജു ചിരി വയ്ക്കാനെ കേട്ട അജുനായിട്ടുള്ള പിക്ക് എടുത്തോ? അജുനെ ഭയങ്കര ഇഷ്ടമാണ്. ഓ അജു ബയ്യ. അതെ, നമുക്കിപ്പോ ഏതാണ്ട് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അവന് ഫുഡ് കൊടുത്ത് അവനൊന്ന് റെസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ എല്ലാവർക്കും ലഞ്ചിനുള്ള ടൈമും ആയിട്ടുണ്ട്. അടുത്ത് മഷുവിന്റെ ബ്രദേഴ്സ് ആണ്, കസിൻ ബ്രദേഴ്സ്. അതെ, സിനാജ് സുമിമാന്ന് പറഞ്ഞപ്പോ അവര് മാത്രമായിട്ട് വന്നിരിക്കണ ഫോട്ടോക്ക്. ഇവിടെ കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കലേ പറഞ്ഞത്. അതുകൊള്ള എന്താണ് എവരുടെ അടുത്ത് കത്തിരിക്കും. വിടാ സിനാജു അവന് ഓക്കെ റെഡി സിനാജ് റെഡി. ഒന്നും കൂടെ കൊടുത്തേ. സിനാജ സ്പെക്സിലാണ് കണ്ണ്. എനിക്ക് വേണാവോ സിനാജ കൂടെ സ്പെക്സ് എടുത്തോ കഴിഞ്ഞ കഥ. സ്പെക്സ് മാറ്റി, സ്പെക്സ് ഇല്ലാത്ത സിനാജ്. എബ്രു ബോൾ എവിടെ എബ്രുവിന്റെ ബോൾ എന്ന് പറഞ്ഞാൽ നോക്കും. ബാബാ നീങ്ങോട്ട് പോര്, വരത്തും പോര്. നീന്റെ ഇടക്കിടന്നാണ് ക്യാമറമാരുടെ വട്ടം കിടന്നാ കളിക്കുന്നത്. പോയിക്കോ പോ വിട്ടു പോച്ചല്ലേ പോയി 6 റെഡി.
എല്ലാരും ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് വൈബിലാണല്ലോ ഇവിടെ. ഭയങ്കര രസമില്ലേ ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ? അടിപൊളിയല്ലേ? അപ്പൊ ഫുള്ള് വേറെ ലെവല് രസമില്ലേ ഇവിടെ ഇരിക്കാൻ? നല്ല രസമില്ലേ? അതാണ് പപ്പ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ അടിച്ചാൽ നല്ല രസമുണ്ട്. എനിക്ക് പപ്പ എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് എനിക്ക് ഇഷ്ടം. ഞാൻ പപ്പയുടെ പറയും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടാ മതി പൊളിയാണെന്നുള്ളത്. അപ്പന്റെ ഡ്രസ്സും എന്റെ സെലക്ഷനാ, ഷർട്ടും മുണ്ടൊക്കെ. അതെ ഇക്കായും വൈറ്റ് ആൻഡ് വൈറ്റ്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണത്. എത്താൻ വൈറ്റ് ആൻഡ് വൈറ്റ് കുഴപ്പമില്ല. കുറച്ചെങ്കിൽ ഞാനും വൈറ്റ് ഷർട്ട് ഇടും. സിനാദിഷേ ഇതാണെങ്കിൽ ഞാനും വൈറ്റ് ഇട്ടേനു. കഥയൊക്കെ കേൾക്കാം. പപ്പ ഒരുപാട് കഥ പറയും. പിന്നെ എല്ലാം പപ്പ ഒരുപാട് നടന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് പപ്പ പറയും. ഇപ്പൊ ഏറ്റവും വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഫോൺ കിട്ടിയാ? എവിടെ? താങ്ക് യു, ഐ ലവ് യു. ഞാൻ വിളിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. നീ എടുത്താ കോൾ എടുത്താ മമ്മടെ? ഗൈസ്, ഞാൻ ഒരു മുഖ്യ അതിഥിനെ കാണിക്കാന്നാണ്. ഈ അതിഥിക്ക് ഇപ്പൊ ഭയങ്കര അഹങ്കാരം കൂടിയിട്ട് തന്നെത്താനെ വണ്ടി ഓടിക്കാനുള്ള അഹങ്കാരമാണോ എന്നാന്ന് അറിഞ്ഞൂടെ. നമ്മളെ നാട്ടിലോട്ട് വന്നില്ല ആള്, വരാൻ തോന്നിയല്ല. അതാണ് മെസ്സേജ് അയച്ച. മര്യാദക്ക് വന്നോത് ലൊക്കേഷൻ അയച്ചിട്ട്. ആരും പറഞ്ഞില്ല, മിക്കവാറും മറക്കും. വാ വരൂ. യശുവിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കട്ടെ ഗൈസ്. എന്തായാലും വന്ന പ്രൂഫാണ്. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മൾ ഇതുവരെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. എല്ലാ എബ്രുവിന്റെ ചാനലിലും ഉണ്ടാവും. നമ്മളതുകൊണ്ട് അതിന്റെ ഒരു സസ്പെൻസ് കളയണ്ടെന്ന് വിചാരിച്ച്. അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ ആയിട്ടില്ലേ അജിത്ത? അടിപൊളി. എങ്ങനെ ഇരിക്കാ? എനിക്ക് ആലോചന പിന്നെ എന്തെങ്കിലും തിരിഞ്ഞ സൈഗു അവിടെ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കണേ. ഡെക്കറേഷൻ കിട്ടുന്ന ചോദിച്ചാ അടിപൊളിയായിട്ടില്ലേ? സുനുവിന്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട്. പരിചയപ്പെടുത്തിയാ സുനു? ഫ്രണ്ടിനൊക്കെ പരിചയപ്പെടുത്തില്ലേ വീഡിയോയില്? ചതുകൊള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫ്രണ്ട്സിനൊന്നും പരിചയപ്പെടുത്താണ്ടിരിക്കണ്. പിന്നെ ഇത് സാറാണ് പിന്നെ എല്ലാവർക്കും അറിയാം. പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ആണോ? ഇത് ഏഞ്ചലിന്റെ അനിയത്തി. നമ്മള് നല്ല ആക്റ്റീവാണ്. അക്സ് ഇതാണല്ലേ? ആണോ? നന്നായിട്ട് പഠിക്കണം. നിന്നെ പോലെ തന്നെയാണ്. അടിപൊളിയായിട്ട് പഠിക്കും. വെരി ഗുഡ്. ഓക്കെ, ഞങ്ങള് ഡെക്കറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടാ. കുട്ടിയുടെ തല്ല ഞങ്ങൾ ഡെക്കറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാ എബ്രുവിന്റെ ചാനൽ കാണിക്കാന്ന് വിചാരിച്ച് സസ്പെൻസ് ആയിട്ട് നിർത്തി. ഇപ്പൊ പറയണോ? എന്താണ് പറയാനുള്ളപ്പോ? ഓക്കെ, പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും വന്നിട്ട് കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണ് അല്ലേ? എല്ലാരും വെള്ളമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ചില്ലേ? എന്താണ് കുടിച്ചില്ലേ? കുടിച്ചു. ഗെയിം ഒക്കെ ഉണ്ട്. സോന് ഫുള്ള് ഫോട്ടോഷൂട്ട്. സുനുവിന്റെ ക്ലാസ്മേറ്റിന്റെ പാരന്റ്സ് ആണ്. രണ്ടുപേരും ഉണ്ടല്ലേ? താങ്ക് യു. എന്തായാലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ വളരെ നന്ദി. എന്തായാലും നിങ്ങൾ ഇത്ര ലോങ് വന്നില്ല, അതിന് വലിയൊരു താങ്ക്സ്. ഞാൻ പരിചയപ്പെടുത്തി ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയട്ടെ ഗൈസ്, ഫുള്ള് എല്ലാവരും ഇവിടെ ആയിട്ട് ഫുട്ബോൾ കളിയിലാണ്. ഞാനും കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഞാനും കുറച്ച് ഇവിടെ കൂടെ കളിച്ചിട്ട് വേർത്ത് കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് കുഞ്ഞൂസ്. പാപ്പമാ മറ്റേ മ്യൂസിക് കിട്ടുള്ളൂ. പാപ്പമാ അതാണ് റുബീസ്. ശരിയാജ് എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇപ്പോഴിങ്ങനെ നടന്നു. രാത്രി മുതൽ പണിയുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോ ഒക്കെ കിട്ടില്ല. വൈബ് ആസ്വദിച്ച് നടക്കുന്നത്. കഴിച്ചു എന്താണ്? ഷിനാജിന്റെ ഒരു പുത്രി. ഇൻഷാ അല്ലാഹ്. അപ്പൊ ബർത്ത്ഡേ വ്ലോഗ് നമ്മുടെ എബ്രുവിന്റെ ചാനലിൽ കാണാം. അതുവരെ ബൈ ബൈ.